قد أنزل ربي القرآن نورا للناس وتبيانا نحيا بهداه وشرعته شيبا شبانا وفتيانا. ദിവസങ്ങളായി നമ്മൾ കാത്തിരിക്കുന്ന പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് വിശുദ്ധ ഖുർആനിൻ്റെ മാസ്മരികത നൽകിക്കൊണ്ട് ദർശന TV ഒരുക്കിയ അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പുണ്യദിനങ്ങളെ സായുജ്യമാക്കിക്കൊണ്ട് ദർശന TV ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി വിശുദ്ധമായ ഖുർആനിൻ്റെ ടാലന്റ് ഷോ സംഘടിപ്പിച്ചു. അതിൻ്റെ അവസാനത്തിൽ മാറ്റിവെച്ച 6 പേരിൽ നിന്ന് വിധികർത്താക്കൾ നമുക്ക് വിധി പറഞ്ഞതനുസരിച്ച് വിശുദ്ധമായ ആ മക്ക മണലാരുണ്യത്തിലേക്ക് എത്തിച്ചേരാൻ ആർക്കാണ് 6 പേരിൽ നിന്ന് അവസരമുണ്ടായിരിക്കുന്നത്? ഒപ്പം തന്നെ വിശുദ്ധമായ ആ ഗേഹത്തിലെത്തിക്കൊണ്ട് ഉംറ നിർവഹിക്കുവാനുള്ള അവസരം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? ഒപ്പം തന്നെ സാലു ഗോൾഡ് ഉൾപ്പെടെയുള്ള നിരവധി സമ്മാനങ്ങൾ നൽകുന്ന ആ അവസരങ്ങൾ കാത്തിരിക്കുന്നു. നമ്മുടെ ഈ ചടങ്ങ് ആരംഭിക്കുകയാണ്. ഈ ചടങ്ങിൽ നമ്മുടെ വിജയികളെ പ്രഖ്യാപിക്കാനുള്ള സമയമാണ്. ഈ വിജയികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രഗത്ഭനായ എഴുത്തുകാരനും പ്രശസ്തനുമായ ബഹുമാന്യനായ UK കുമാരൻ സാർ അവകളെ വിനയ പുരസ്സരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു മഹത്തായ കർമ്മം നിർവഹിക്കാൻ വേണ്ടിയാണ് സംഘാടകർ എന്നെ ഇതിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചടങ്ങിന് അനുബന്ധമാകാൻ കഴിഞ്ഞതിൽ വ്യക്തിപരമായിട്ട് വളരെയേറെ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട പുണ്യമാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാം അതിൻ്റെ പരിസമാപ്തിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത് ഏതെങ്കിലും സമുദായത്തെയോ ഏതെങ്കിലും മതത്തെയോ അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഹേ മനുഷ്യരെ എന്നാണ് വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത്. മനുഷ്യരുടെ ഭൗതികമായും ആത്മീയമായും സംസ്കരിക്കുവാൻ വേണ്ടിയുള്ള പ്രവാചക ദൗത്യം വിശുദ്ധ ഖുർആനിലൂടെ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അനുബന്ധമായാണ് ഇന്നിവിടെ ഈ ചടങ്ങ് വിശുദ്ധ ഖുർആനെ മുൻനിർത്തിയുള്ള ഒരു മഹത്തായ ടാലൻറ്റ് ഷോ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് എല്ലാ തരത്തിലുള്ള പുണ്യബോധത്തിലേക്കും നമ്മെ നയിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. എന്നെ ക്ഷണിച്ച സംഘാടകരോടുള്ള നന്ദി, അതീവമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നമസ്കാരം. അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോയിൽ നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ വിജയികളെ പ്രഖ്യാപിക്കാനുള്ള സമയമാണ്. ആരായിരിക്കാം? ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഈ ഖുർആൻ ടാലന്റ് ഷോ കണ്ട ലക്ഷക്കണക്കിനായ പ്രേക്ഷകർ കാത്തിരിക്കുന്നു. ആ ശുഭ മുഹൂർത്തം സമാഗതമാകുകയാണ്. പ്രിയങ്കരനായ നമ്മുടെ അതിഥി UK കുമാരൻ സാർ 3ാം സ്ഥാനത്തിന് അർഹനായ ആളെ പ്രഖ്യാപിക്കുന്നു. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ ഈ ടാലൻറ്റ് ഷോയിൽ 3ാം സ്ഥാനത്തിന് അർഹനായ വ്യക്തിയുടെ പേര് സവിനയം പ്രഖ്യാപിക്കുകയാണ്. അബ്ദുല്ല തിരൂർക്കാട്. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا إنا هديناه السبيل إما شاكرا وإما كفورا إنا أعتدنا للكافرين سلاسل وأغلالا وسعيرا إن
الأبرار يشربون من كأس كان مزاجها كافورا عينا يشرب بها عباد الله يفجرونها تفجيرا يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. يا حامل القرآن قد خصك الرحمن بالفضل والتيجان شيبا شبانا وفتيانا شيبا شبانا وفتيانا. രണ്ടാം സ്ഥാനത്തിന്, അതായത് വിശുദ്ധമായ ആ റൗളയിലെത്തിക്കൊണ്ട് ഉംറ എന്ന ആ മഹത്തായ ചടങ്ങ് നിർവഹിക്കാൻ ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന രണ്ടാം സ്ഥാനത്തിന് അർഹതമായിരിക്കുന്ന വ്യക്തി പ്രിയങ്കരനായ കുമാരൻ സാർ പ്രഖ്യാപിക്കുന്നു. രണ്ടാം സ്ഥാനത്തിന് അർഹനായത് മുഹമ്മദ് അസ്അദ്. وقال اركبوا فيها بسم الله مجريها ومرساها إن ربي لغفور رحيم. وقال اركبوا فيها بسم الله مجريها ومرساها إن ربي لغفور رحيم. يا حامل القرآن قد خصك الرحمن بالفضل والتيجان. നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ മുഹൂർത്തം, അന്ന് മക്ക മണലാരത്തിൽ നിന്ന് വിളിച്ച ആ വിളിയുടെ ഉത്തരം കേട്ടുകൊണ്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന പ്രഖ്യാപനവുമായി ആ മക്ക മണലാരുണ്യത്തിലേക്ക് കുതിച്ചെത്താൻ അവസരം ലഭിച്ചിരിക്കുന്ന ഒന്നാം സ്ഥാനക്കാരൻ. ചിന്തിക്കുന്നവന് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഇവിടെ ആ ദൃഷ്ടാന്തങ്ങളൊക്കെ തന്നെ നമ്മെ നമ്മുടെ പുണ്യഭോഗത്തിൽ നയിക്കട്ടെ. എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഞാൻ ഒന്നാം സ്ഥാനക്കാരനെ പ്രഖ്യാപിക്കുകയാണ്. സ്വാദിഖ് വെള്ളിമണ്ണ. ثم إلى ربكم
مرجعكم فينبئكم بما كنتم تعملون إنه عليم بذات الصدور. وإذا مس الإنسان ضر دعا ربه منيبا إليه ثم إذا خوله نعمه منه نسي ما كان يدعو إليه من قبل وجعل لله أندادا وجعل لله أندادا ليضل عن سبيله قل تمتع بكفرك قليلا إنك من أصحاب النار. يا حامل القرآن قد خصك الرحمن بالفضل والتيجان. ഒന്നാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്ന സാദിഖ് വെളിമണ്ണ അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ സമ്മാനം ഡോക്ടർ അബ്ദുൾ റഹീം സാഹിബ് അദ്ദേഹത്തെ വിനയ പുരസ്സരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. രാജാതിരാജൻ റബ്ബുൽ ഇസ്സത്തിൻ്റെ അനുഗ്രഹീതമായ ആ അസുലഭ ഭാഗ്യം ലഭിച്ച സാദിഖ് ഒളിമണ്ണ എന്തു പറയുന്നു അവസാനമായി ഈ അവസരം ലഭിച്ചതിന് താങ്കൾക്ക്? ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്, അൽഹംദുലില്ലാ. പിന്നീട് എനിക്ക് പറയാനുള്ളത്, എന്നെ ഇങ്ങനെ പഠിക്കാനും പഠനത്തിലേക്കും വളരെയേറെ താല്പര്യങ്ങൾ ക്ഷണിച്ച പലരുമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ പിതാവ്, പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ജ്യേഷ്ഠന്മാർ, അവരെല്ലാമായിരുന്നു എൻ്റെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി എന്നെ ശ്രമിപ്പിച്ചത്. പിന്നെ എനിക്ക് വളരെയേറെ എനിക്ക് എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും നൽകിയ എന്നെ പഠിപ്പിച്ച ബഹുമാന്യരായ എൻ്റെ ഗുരു കോഴിക്കോട് പരപ്പിൽ അബ്ദുൾ റസാഖ് ഉസ്താദ് മഹാനവറുകളും എന്നെ വളരെയേറെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പലരുമുണ്ട്. എല്ലാവർക്കും, പിന്നെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ ബഹുമാന്യനായ പ്രിയങ്കരനായ ഡോക്ടർ അബ്ദുറഹ്മാൻ സാഹിബ് ഈ ഉപഹാരം നൽകുന്നു. والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل والتيجان. സാദിഖ് ഒളിമണ്ണക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് സാക്ഷര കേരളത്തിൻ്റെ സമാധാനത്തിൻ്റെ താരാട്ട് പാടുന്ന കൊടപ്പനക്കൽ തറവാട്ടിലെ പ്രിയങ്കരനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളാണ്. ദർശന ചാനൽ എന്ന സംരംഭവുമായി ബഹുമാന്യനായ
സിദ്ദീഖ് ഫൈസി അവർകൾ ഈ രംഗത്തേക്ക് വരുമ്പോൾ ഈ വലിയൊരു സംരംഭത്തിന് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന പ്രിയങ്കരനായ ദർശനയുടെ ചെയർമാൻ പ്രിയങ്കരനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിനായി സവിനയം ക്ഷണിക്കുന്നു. بشراك يوم رحيل شيبا شبانا وفتيانا شيبا شبانا وفتيانا. രണ്ടാം സ്ഥാനത്തിന് വിശുദ്ധമായ ആഗ്രഹത്തിലെത്തിക്കൊണ്ട് ഉംറ എന്ന മഹത്തായ കർമ്മം നിർവഹിക്കാൻ അർഹനായ ആൾക്കുള്ള സമ്മാനം ഇവിടെ നൽകുന്നത് അൽ ഇർഷാദ് ഹജ്ജ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധി ജനാബ് മുനീർ പട്ടാമ്പി അവർകളാണ്. സവിനയം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ഉംറ എന്ന ആ മഹത്തായ ചടങ്ങിന് അവസരം ലഭിച്ച നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത് പ്രേക്ഷകരോട്. अस्सलामु अलैकुम वरहमतुल्लाह. ये कुरान कंपटीशन ये बहुत अच्छा मौका हुआ कि अल्लाह ताला हमको इस हद तक पहुँचाए कि मैं अल्लाह ताला का बहुत शुक्रिया मनाता हूँ और ऐसा प्रोग्राम हमेशा होता रहे. अल्लाह ताला इसी तरीके से कुरान और ज़्यादा बढ़ता रहेगा. मैं इसी के साथ मैं अपनी बात को ख़त्म करता हूँ. രണ്ടാം സ്ഥാനക്കാരനുള്ള സമ്മാന വിതരണത്തിനായി പ്രിയങ്കരനായ അൽ ഇർഷാദ് ഹജ്ജ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധി ജനാബ് മുനീർ പട്ടാമ്പി അവർകൾ സവിനയം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. بشراك يوم رحيل ستفوز بالغفران يا قارئ الآيات في الجمع والخلوات. രണ്ടാം സ്ഥാനക്കാരനുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് അടുത്തത്. ദർശന എന്ന ആശയം സാക്ഷാത്കരിക്കുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന അന്നും ഇന്നും ദർശന ചാനലിന് താങ്ങും തണലുമായ ഞങ്ങളുടെ പ്രിയങ്കരനായ MD ബഹുമാന്യനായ ഇസ്മയിൽ കുഞ്ഞു ഹാജി അവർകളാണ് രണ്ടാം സ്ഥാനക്കാരന് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. സവിനയം അദ്ദേഹത്തെ വളരെ വിനയത്തോടെ ക്ഷണിക്കുകയാണ് ഈ വേദിയിലേക്ക്. ഈ സർട്ടിഫിക്കറ്റ് വിതരണത്തിന് ബഹുമാന്യനായ MD ദർശന ചാനലിൻ്റെ എല്ലാമായ MD മാന്നാർ ഇസ്മയിൽ കുഞ്ഞു ഹാജി. بشراك يوم رحيل ستفوز بالغفران يا قارئ الآيات في الجمع والخلوات. മൂന്നാം സ്ഥാനത്തിന് അർഹനായിട്ടുള്ള സാലു ജ്വല്ലറി സമർപ്പിക്കുന്ന ഗോൾഡ് കോയിൻ അതിനവസരം ലഭിച്ചിരിക്കുന്ന സുഹൃത്തിനായി സമ്മാനം നൽകാൻ സാലു ജ്വല്ലറിയുടെ മാനേജിംഗ് ഡയറക്ടർ ഷിഹാബ് സാലു വളരെ വിനയത്തോടെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ വിജയി അദ്ദേഹത്തെ വളരെ വിനയത്തോടെ രണ്ട് വാക്കിന്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. ഈ ഒരു അവസരത്തിൽ സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അതിനുശേഷം മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും എല്ലാം ഓർക്കുന്നു. ഈ ഒരു സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായി കാണുകയാണ്. ഇത്ര വലിയ കാര്യങ്ങളുടെ കൂടെയൊക്കെ മത്സരിക്കാനുള്ളൊരവസരം തന്നെ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വിധികർത്താക്കളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം കേൾക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമായി കാണുന്നു. പിന്നെ ഹജ്ജും ഉംറയും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇത്തവണ സാധിച്ചില്ല എന്നുള്ളൊരു സങ്കടമൊന്നുമില്ല. കാരണം എൻ്റെ ഉപ്പ ആദ്യമേ പറഞ്ഞിരുന്നു, ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനൊന്നും നീ ആയിട്ടില്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാ. സാലു ഗോൾഡ് ജ്വല്ലറി നൽകുന്ന ഈ സമ്മാനം സ്വീകരിക്കാൻ അബ്ദുള്ള തിരൂർക്കാടും ഒപ്പം തന്നെ ഷിഹാബ് സാലു. تزهو بك السماوات وتنتشي الأكوان يا حامل القرآن. ഈ മൂന്നാം സ്ഥാനക്കാരന് അബ്ദുള്ള തിരൂർക്കാടിന് സർട്ടിഫിക്കറ്റ് നൽകുന്നത് മലയാള ടെലിവിഷൻ ചരിത്രത്തിലേക്ക് വലിയ ഉത്കണ്ഠയോടെ കാത്തിരുന്ന ഒരു മുഹൂർത്തത്തിൽ ധൈര്യപൂർവ്വം ഒരു ചാനൽ എന്ന സംരംഭത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് ഏകനായി നടന്നു വന്ന്
വലിയൊരു ജനാവലിയെ സംഘടിപ്പിച്ച് വലിയൊരു സംരംഭമായി ദർശന ചാനലിനെ ഉന്നതിയിലേക്ക് ഉയർത്തിയ ഈ ചാനലിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ സിദ്ദീഖ് ഫൈസി വാളകുളം, അദ്ദേഹമാണ് ഈ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തുന്നത്. വളരെ വിനയത്തോടെ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അബ്ദുള്ള തിരൂർക്കാടിനോ പ്രിയങ്കരനായ സിദ്ദീഖ് ഫൈസി ദർശന ചാനലിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സമ്മാനം നൽകുന്നു. ദർശന ചാനലിൻ്റെ പ്രിയങ്കരനായ ചെയർമാൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രേക്ഷക ലക്ഷങ്ങളോട് 2 വാക്ക്. ബഹുമാന്യരെ, ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ടാലൻറ്റ് ഷോ ആണ് കഴിഞ്ഞ പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ദിനരാത്രങ്ങളിൽ ഞങ്ങൾ സംപ്രേഷണം ചെയ്തത്. അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ സഹകരണത്തോടെ നടത്തപ്പെട്ട ഈ ടാലൻറ്റ് ഷോ ലോകമെങ്ങുമുള്ള മലയാളികൾ വളരെ കൗതുകത്തോടെ വീക്ഷിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ആവേശവും സന്തോഷവും പകർന്ന ഒരു കാര്യമാണ്. ഇതിനുവേണ്ടി ഞങ്ങളെ സഹായിച്ച അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പിനും മറ്റെല്ലാ സ്പോൺസർമാർക്കും, അതുപോലെ തന്നെ ഇവിടെ ഈ മത്സരത്തിന് വേണ്ടി മുന്നോട്ട് വന്ന മുഴുവൻ മത്സരാർത്ഥികളെയും ജഡ്ജിമാരെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഹാർദവമായി അഭിനന്ദിച്ചുകൊണ്ടും ദർശനയുടെ കൃതജ്ഞത അവർക്ക് ഇവിടെ സമർപ്പിക്കുകയും ചെയ്യുന്നു. നന്ദി. വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്ന ഡൽഹി ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഇസ്ലാമിക് വിഭാഗം തലവൻ പ്രൊഫസർ അക്തർ വാസിഖ്, അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। शुरू करता हूँ अल्लाह के नाम से जो रब्बुल आलमीन हैं, रहमान और रहीम हैं, मालिक यौमिद्दीन हैं, हम जिसकी इबादत करते हैं और जिससे मदद चाहते हैं। दुरूद व सलाम उसके नबी बरहक सैयदुल मुरसलीन, ख़ातिमुन नबीन, शफ़ीउल मुज़नबीन, रहमतुल लिल आलमीन, गुंबद खिजरा के मकीन जनाब अहमद मुश्तबा मोहम्मद मुस्तफ़ा सल्लल्लाहु अलैहि वसल्लम, उनकी आल और असहाब पर। द डिस्टिंग्विश members on the dais of the dais, I am extremely grateful to the Darshana TV for giving me this great opportunity to be part of this concluding function of the Quran contest. Darshana TV, under the chairmanship of Sayyid Sadiq Ali Shihab Thingal Sahab, under the managing directorship of Janab Ismail Haji Sahab, Janab, under the executive directorship of Mr. Siddiq Faizi, is attaining new heights. And this is the only distinction in India of Darshana TV that has organized such a great program on Quran. This unique distinction will remain with Darshana TV, for which we all must be grateful. And on this occasion, I would request you, Mr. Ismail Haji Saab and Siddiq Faizi Saab, and with the permission of your chairman, Mr. Sayyid Sadiq Ali Shihab Thingal Saab, that this program merely not remain confined to your TV, but you can have DVDs, and that can be used to teach our other people, our young people, those are studying in madrasas and maktabs,
to know how to recite Quran, because your DVDs and CDs can become more effective, more useful, not only in madrasas and maktabs, but even in our households, where our mothers, sisters, our daughters, our sons can learn through this experience. Because as I was witnessing, your judges, they are doing a meticulous and marvelous job by giving all hints, directives, and making correction to the qaris, and I must congratulate all of you. Not only the 3, but all the 22 participants. 3 have been, certainly once there will be a competition, there will be a limitation. And therefore, I must congratulate you and your other friends and fellows, those have taken part. Because to take part in such a holy function in itself is a great reward, and may Allah bless them all. दोस्तों, आखिर में इजाज़त दीजिए कि मैं थोड़ी सी, आपने मलयालम में इतनी बातें की और मैंने सुनी, तो मुझे थोड़ी सी बात उर्दू में कहने की इजाज़त भी दे दीजिए। मैं आप सबको मुबारकबाद देता हूँ। कुरान करीम अल्लाह रब्बुल इज़्ज़त की वो आखिरी किताब है जो नबी करीम अलैहिस्सलातु वस्सलाम के ज़रिए हमें मिली। रमज़ान का महीना वो मुबारक महीना है जिसमें सिर्फ कुरान नहीं, बल्कि जितनी भी इल्हामी किताबें हैं, वो वही की किताबें हैं, वो इसी महीने में नाज़िल हुई। मूसा को तौरात, ईसा को इंजील, और जनाब मोहम्मद रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम को कुरान न सिर्फ रमज़ान में मिली बल्कि हालत रोज़ा में मिली। इसलिए जब आप रोज़ा रखते हैं तो बुनियादी तौर पे उन पैगंबरों के सिलसिलतु ज़हब के साथ अपने आप को जोड़ते हैं, उनकी पैरवी करते हैं। कुरान वो किताब है जो हमें जीने के आदाब सिखाती है। कुरान वो है जो रिश्तों का तक़द्दुस बताती है। कुरान वो है जो हमें हमारे हुकूक़ से आशना कराती है, और कुरान वो है जो हमें हमारे फ़राइज़ को याद दिलाती है। और इसलिए हमें कुरान को समझना चाहिए। आज की दुनिया में जब यहाँ पर यूके कुमारन साहब मौजूद हैं, खुद कुरान के यूनिवर्सल होने का जीता जागता सबूत हैं, हमें इस बात को मानना चाहिए। और कुरान वो किताब है जो दुनिया को ला इकराह फिद्दीन और लकुम दीनकुम वलिय दीन का वो पैगाम देती है जो इस ग्लोबल विलेज में काम करने वाला है, और उसके अलावा कोई नहीं। दोस्तों, बुज़ुर्गों, माँओं और बहनों, मुझे आखिर में उन लोगों को भी याद करने का मौका दीजिए जिन्होंने कभी दर्शना टीवी जैसे एक चैनल का ख्वाब देखा था, अब हमारे बीच में नहीं है। उनमें एक बड़ा नाम जनाब सैयद मोहम्मद अली शिहाब थिंगल का था। अल्लाह उनको और उन तमाम लोगों को जिन्होंने इस रियासत में, इस मुल्क में और इस दुनिया के अंदर कुरान के पैगाम को आम करने की और फैलाने की कोशिश की, उनको जन्नतुल फिरदौस में जगह दे, उनके दर्जात को बुलंद करे और उनके रास्ते पर हमें भी चलने की तौफीक अता फरमाए। मैं आप लोगों को एक दफ़े फिर मुबारकबाद देता हूँ, और नासिपासी होगी अगर मैं आपके उस एंकर पर्सन को मुबारकबाद न दूं जिसने कि इस प्रोग्राम को एक तरह से सूत्रधार के रूप में हमारे और आपके बीच में पहुंचाने का काम किया और उसको लाइवली बना रखा। मुझे सिद्दीक फैज़ी यहाँ खड़े हुए हैं, ये तो खुद जादूगर हैं। ही इज़ ए मैजिशियन, he can win hearts by his eloquence. Thank you very much. May Allah bless all of us. Thank you. ദർശന ഇത്തരമൊരു സംരംഭവുമായി മുന്നോട്ട് വന്നപ്പോൾ ഇതിന് ഒന്നാം സ്ഥാനമെന്ന ഹജ്ജ് എന്ന ആ കർമ്മം നിർവഹിക്കാൻ ഒരാൾ അയക്കാൻ തയ്യാറായിക്കൊണ്ട് അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് രംഗത്ത് വന്നു. എന്താണ് ഇവർക്ക് അതിനൊരു പ്രചോദനമായത്? അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ പ്രതിനിധി ഡോക്ടർ അബ്ദുൾ റഹീം സാഹിബ്. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മഹത് വ്യക്തികളെ, ബഹുമാന്യ സദസ്സരെ, അസ്സലാമു അലൈക്കും. വളരെ ധന്യമായ ഒരു മുഹൂർത്തത്തിലാണ് നാം ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്നത്. മാലോകർക്കാകമാനം മാർഗദർശനമായ ഗ്രന്ഥം അവതീർണമായ പുണ്യ റംലാൻ മാസത്തിൽ ആ മഹൽ ഗ്രന്ഥത്തെ പഠിക്കാനും അറിയാനും സംഘടിക്കപ്പെട്ട ഒരു വേദി എന്ന നിലക്ക് ബഹുമുഖ പ്രാധാന്യമുള്ള ഒരു സന്ദർഭം.
ഈ സദസ്സിൽ നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യവും ഈ വേദിയെ കുളിരണിയിക്കുന്നു എന്നും നമുക്കറിയാം. ഞാൻ പ്രതിനിധീകരിക്കുന്ന അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പിനെ ഈ സംരംഭവുമായി ബന്ധപ്പെടാൻ പ്രേരിപ്പിച്ച പശ്ചാത്തലം വിവരിക്കുക മാത്രമാണ് ഇപ്പോൾ എൻ്റെ ഉദ്ദേശം. വർഷങ്ങളായി ദൃശ്യമാധ്യമങ്ങളിൽ റമദാൻ പരിപാടികളായി കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന ചില സാമ്പ്രദായിക കെട്ടുകാഴ്ചകളുണ്ട്. റമദാൻ്റെ പവിത്രതയോട് തരിമ്പ് പോലും നീതി കാണിക്കാത്ത സഭ്യതയുടെ പാരമ്പര്യമുള്ള മാപ്പിള കലകളെ കൊഞ്ഞനം കാണിക്കുന്ന ഒപ്പനയും മാപ്പിളപ്പാട്ടും പ്രേക്ഷകരെ മനം മടുപ്പിക്കുമാർ അരങ്ങു തകർക്കുന്നു. ഈ വർത്തമാന സാഹചര്യത്തിലാണ് ബഹുമാന്യനായ ദർശന ടിവിയുടെ പ്രതിനിധികൾ വിശുദ്ധ ഖുർആൻ സംബന്ധമായ ഈ പരിപാടിക്കുള്ള നിർദ്ദേശവുമായി അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ CMD ആയ മിസ്റ്റർ ആലുങ്കൽ മുഹമ്മദ് സാഹിബുമായി ബന്ധപ്പെടുന്നത്. തികച്ചും വ്യതിരിക്തവും എന്നാൽ പുണ്യപരവുമായ ഒരു സംരംഭം. അൽ അബീറിന് രണ്ടാം വട്ടം ആലോചിക്കേണ്ടി വന്നില്ല. സസന്തോഷം ഈ പരിപാടി സ്വന്തം പരിപാടിയായി ഏറ്റെടുത്തു അദ്ദേഹം. അൽഹംദുലില്ലാഹ്. ശൈശവ ദശയിലുള്ള ഒരു ചാനൽ എന്ന നിലയ്ക്ക് ദർശന ടിവിയുടെ ഈ കാൽവെപ്പ് തികച്ചും അഭിനന്ദനം അറിയിക്കുന്നു. മാത്രമല്ല വേറിട്ടു ചിന്തിച്ചു എന്നതിൽ പ്രോത്സാഹനവും അറിയിക്കുന്നു. ഇതുപോലൊരു പുണ്യപ്പെട്ട കാര്യവുമായി ബന്ധപ്പെട്ട് ലോകത്താകമാനമുള്ള ദർശന പ്രേക്ഷകരെ അഭിമുഖീകരിക്കാൻ എനിക്കും ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പിനും അവസരം നൽകിയ സർവശക്തനെ ആദ്യം സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. അതോടൊപ്പം ഇതുപോലെയുള്ള ആരോഗ്യകരമായ തിരുത്തൽ പ്രാധാന്യമുള്ള നൂതന ശ്രമങ്ങളെ ഏറ്റുപിടിക്കുന്ന ദർശന ടിവിയെ അതിയായി അഭിനന്ദിക്കുകയും മത്സര വിജയികളെ ഹൃദയംഗമായി അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെയും ഞാൻ പ്രതിനിധീകരിക്കുന്ന അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെയും റമദാൻ ആശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഉംറ നിർവഹണത്തിന് വേണ്ടിയുള്ള ആളെ സെലക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന അൽ ഇർഷാദ് ഹജ്ജ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധി മുനീർ പട്ടാമ്പി ചുരുങ്ങിയ വാക്കുകൾ സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും. മീഡിയ ചരിത്രത്തിൽ ആദ്യമായി ദർശന TV നമുക്ക് സമ്മാനിച്ച ഈ ഖുർആൻ ടാലൻ്റ് ഷോ എന്തുകൊണ്ടും വളരെ വിജയകരമായി തീർന്നിരിക്കുകയാണ്. മനോഹരമായ ശൈലിയിൽ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ മേഖലയിലുള്ളവർ ഈ ഖുർആൻ ഓതുമ്പോൾ, പ്രത്യേകിച്ച് പരിശുദ്ധമായ റമളാൻ മാസത്തിൽ പരിശുദ്ധമായ തറാവഹി നിസ്കരിച്ച് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ദർശന TV തുറന്നു നോക്കുമ്പോൾ ഈ മനോഹരമായ ഖുർആൻ കേൾക്കുമ്പോൾ എന്തുകൊണ്ടും മനസ്സിന് ഒരു അനുഭൂതിയാണ്. അതുകൊണ്ട് ഈ ദർശന TVക്കും ഇതിൽ വിജയിച്ച എല്ലാ മത്സരാർത്ഥികൾക്കും അൽ ഇർഷാദ് ഹജ്ജ് ഗ്രൂപ്പിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും മേലിലും ദർശന TVയിൽ നിന്ന് ഇത്തരം സംരംഭങ്ങൾ ഉണ്ടാവുമെന്ന് ആശിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്കിവിടെ ഈ വിജയികൾക്ക് കോഴിക്കോട് നഗരത്തിലെ വൈറ്റ് റാം നൽകുന്ന ഗിഫ്റ്റ് അത് നൽകുന്നതിന് വേണ്ടി വൈറ്റ് റാമിൻ്റെ ഓണർ അമീൻ അഹ്സൻ അവർകളെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. സ്വാദിഖ് ഒളിമണ്ണ, മുഹമ്മദ് അസ്അദ്, അബ്ദുള്ള തിരൂർക്കാട്. ഒപ്പം തന്നെ നമ്മുടെ ഈ മത്സരത്തിൽ പങ്കെടുത്ത മറ്റു 3 ആളുകൾ, ആ 3 പേരെയും വിനയപുരസ്സരം നമ്മുടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയങ്കരനായ അബ്ദുറഹ്മാൻ അൻവരി കാട്ടൂർ വിനയപുരസ്സരം ക്ഷണിക്കുന്നു. വൈറ്റ് റാം നൽകുന്ന സമ്മാനം നൽകുന്നത് പ്രിയങ്കരനായ വൈറ്റ് റാമിൻ്റെ ഓണർ അമീൻ അഹ്സൻ. മുഹമ്മദ് നഈം നമ്മുടെ ഈ മത്സരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ്. മുഹമ്മദ് നഈം തിരുവനന്തപുരം സ്വദേശി മുഹമ്മദ് ഷരീഫ് നമ്മുടെ ഈ മത്സരത്തിൽ ഈ പങ്കെടുത്തവർക്കാർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിന് നമ്മുടെ പ്രിയങ്കരനായ വിശിഷ്ടാതിഥി ഡൽഹി ജാമിയ മില്ലയിലെ ഇസ്ലാമിക വിഭാഗം തലവൻ അദ്ദേഹത്തെ വിനയപൂർവ്വം പുരസ്സരം ക്ഷണിക്കുന്നു. സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി
അബ്ദുറഹ്മാൻ അൻവരി കാട്ടൂർ. شيبا شبانا وفتيانا نمضي في الدنيا സാലു ജ്വല്ലറി നൽകുന്ന ഒരു സമ്മാനം മുഹമ്മദ് ഷബീർ, തിരുവനന്തപുരം. ونسوق ജയ്സൽ ജ്വല്ലറി നൽകുന്ന സമ്മാനം ബഹുമാന്യനായ കരീം കട്ടയാട് നിർവഹിക്കുന്നു. നഈം, മലപ്പുറം. സാലു ജ്വല്ലറിയുടെ സമ്മാനം സാധാരണക്കാരന് എത്ര കേട്ടാലും ഒരേ രീതിയിൽ എല്ലാ തെറ്റുകുറ്റങ്ങളും ഒഴിവാക്കിക്കൊണ്ട് പാരായണം ചെയ്ത ഈ മത്സരം. പക്ഷേ അതിൽ നിന്ന് ഒരാളെ അല്ലെങ്കിൽ രണ്ടാളെ കണ്ടെത്തുക എന്ന ഭഗീരഥ പ്രയത്നം എന്ന് പറയാവുന്ന രീതിയിലുള്ള വിധി നിർണയിച്ച ചീഫ് ജഡ്ജ് സുബൈർ അൻവരി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സമ്മാനം നൽകുന്നത് ഷിഫ അൽ ജസീറയുടെ മാനേജിംഗ് ഡയറക്ടർ സക്കീർ സർ. ഈ വിശിഷ്ട ദിനങ്ങളിൽ നമ്മുടെ ഈ ചടങ്ങിൽ ടെലിവിഷൻ പ്രേക്ഷക ലക്ഷങ്ങളിലേക്ക് ഇത്ര ദൃശ്യഭംഗിയോടുകൂടി നമ്മുടെ ഈ പ്രോഗ്രാമിനെ എത്തിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിരവധി ആളുകൾ, ദർശന ടി വിയുടെ ടെക്നിക്കൽ രംഗത്തുള്ള നിരവധി ആളുകൾ, അവരുടെ അക്ഷീണമായ പ്രയത്നമാണ് ജനലക്ഷങ്ങളിലേക്ക് ഇത്തരമൊരു സംരംഭത്തെ എത്തിക്കാൻ കഴിഞ്ഞത്. അവർക്കായുള്ള ഉപഹാര സമർപ്പണമാണ് അടുത്തത്. ഉപഹാരങ്ങൾ വൈട്രാമ്പാണ് ഇതിനു വേണ്ടി ഉപഹാരങ്ങൾ നൽകുന്നത്. هو زاد الروح وبهجتها ورفيق الدرب مدى الزمان. ഈ പുണ്യമാസരാവുകളെ ധന്യമാക്കിക്കൊണ്ട് അവരുടെ ദിനങ്ങളെ പുണ്യമാക്കിയ ഈ മഹത്തായ ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്താൻ ദർശന ചാനലിൻ്റെ പ്രിയങ്കരനായ സിദ്ദീഖ് ഫൈസി അവരെ വനിയവസരം ക്ഷണിക്കുന്നു. സഹൃദയരെ, ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം തുന്നിച്ചേർത്തുകൊണ്ട് ദർശന ടി വി വിശുദ്ധ ഖുർആൻ ടാലൻറ്റ് ഷോ വിശുദ്ധമായ ഈ റമദാനിൽ സംഘടിപ്പിക്കുകയുണ്ടായി. ഈ സംരംഭത്തിന് വേണ്ടി സഹകരിച്ച ഒട്ടേറെ പേരുകളുണ്ട്. ഇതിനുവേണ്ടി പരസ്യങ്ങൾ തന്ന് സഹായിച്ചവർ, ഞങ്ങൾക്ക് പ്രോത്സാഹനം ചൊരിഞ്ഞു തന്നവർ, അതോടൊപ്പം തന്നെ ഈ സംരംഭം ഈ ഒരാശയം മുന്നിൽ വെച്ചപ്പോൾ രണ്ട് വ്യക്തിത്വങ്ങളാണ് ഈ സംരംഭത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വളരെയേറെ പ്രോത്സാഹനങ്ങൾ ചെയ്തു തന്നവർ. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട ഇസ്മായിൽ കുഞ്ഞുഹാജിയും, അതോടൊപ്പം തന്നെ അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ മുഹമ്മദ് സാഹിബ് ആലുങ്ങൽ. പക്ഷേ ഇതൊരു പരീക്ഷണമായിരുന്നു. ഈ പരീക്ഷണത്തിൽ ദർശന 100% വിജയിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് വിശുദ്ധമായ റമദാനിൽ ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്തപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന പ്രോത്സാഹനങ്ങളും അഭിനന്ദനങ്ങളും വ്യക്തമായിട്ടും അതിന് തെളിവാണ്. ഇൻഷാ അല്ലാഹ് ഖുർആൻ ടാലൻറ്റ് ഷോ എന്ന് പറയുന്നത് ദർശനയുടെ മാത്രം ഐഡൻറ്റിറ്റിയാണ്. അത് ദർശന എന്നെന്നും കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും. വരും വർഷങ്ങളിൽ ദർശന തന്നെ ഇതിൽ മുന്നോട്ട് പോകും. അനുകരണത്തിൻ്റെ കാലഘട്ടമാണിത്. പക്ഷേ ദർശനയാണ് ഈ പരീക്ഷണം ആദ്യമായി ജനസമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മേലിലും നിങ്ങളുടെ സഹായം, നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്കുണ്ടാവണമെന്നും ഇതിനു വേണ്ടി പ്രവർത്തിച്ച, ഇതിനു വേണ്ടി പ്രയത്നിച്ച, ഇതിനു വേണ്ടി പ്രോത്സാഹനങ്ങൾ നൽകിയ, ഇതിനു വേണ്ടി കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ച ഒട്ടേറെ പേരുകളുണ്ട്. ഞങ്ങളുടെ ടെക്നിക്കൽ വിഭാഗം, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കോർഡിനേറ്റർമാർ, ഇതിൻ്റെ പ്രൊഡ്യൂസർമാർ, പരസ്യം തന്ന് സഹായിച്ചവർ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡയറക്ടർമാർ, അതോടൊപ്പം തന്നെ ഈ സംരംഭം തുടങ്ങിയത് മുതൽ എല്ലാ ദിവസങ്ങളിലും ഇതിൻ്റെ കുതിപ്പിലും കിതപ്പിലും ഒരുപോലെ കൈമെയ് മറന്നു ഈ ദർശനയുടെ എല്ലാമായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഇസ്മായിൽ കുഞ്ഞാജി സാഹിബ് അവറുകളും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വിശുദ്ധ റമദാനിൻ്റെ പുണ്യമാസ രാവുകളെ ധന്യമാക്കിക്കൊണ്ട് ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിന് പുതിയൊരു അധ്യായം തുന്നിച്ചേർത്തുകൊണ്ട് ദർശന ടി വി ഒരുക്കിയ അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലൻറ്റ് ഷോ ഇവിടെ സമാപിക്കുകയാണ്. قد أنزل ربي القرآن نورا للناس وتبيانا
نحيا بهداه وشرعته شيبا شبانا وفتيانا. هو زاد الروح وبهجتها ورفيق الدرب مدى الزمن. يا حامل آي النور فتى